സോ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് പറഞ്ഞാൽ സൂപ്പർ സബ് എന്ന് പറഞ്ഞ സ്കില്ല് എങ്ങനെ യൂസ് ചെയ്യാം, അതേപോലെ സൂപ്പർ സബ് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന അഡ്വാൻറ്റേജ്, നമ്മളെ ഗെയിമിൽ സൂപ്പർ സബ് എങ്ങനെയാണ് വർക്കാവുന്നത്, അതേപോലെ നമ്മളെ സൂപ്പർ സബിൻ്റെ കറക്റ്റ് ഇറക്കുന്ന ടൈം, അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ 5ഓളം പോയിൻറ്റ്സ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ 5 പോയിൻ്റ് നമ്മൾ ഈ വീഡിയോയിൽ പറയണമായിരിക്കും. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ സ്കോഡിൽ ഏറ്റവും നല്ല സൂപ്പർ സബ് ആരൊക്കെയെന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. ഏതൊക്കെ പ്ലെയറിനാണ് ഈ സ്കില്ല് കൊടുക്കേണ്ടതെന്നൊക്കെ നമ്മൾ പറയാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ പറയാനുള്ള പോയിൻ്റ് അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മളെ പുതിയതായിട്ട് കിട്ടിയ എപ്പിക് ഓവൻ എടുക്കാം നമുക്ക് എക്സാമ്പിളായിട്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മളെ ഓവൻ ഗോൾഡ് പൗച്ചർ എപ്പിക് കാർഡാണ്. ഇതിൽ നിങ്ങൾ കണ്ടറിയാം സൂപ്പർ സബ് എന്ന് പറഞ്ഞൊരു സ്കില്ല് വരുന്നുണ്ട്. ഈ സൂപ്പർ സബ് എങ്ങനെയാണ് ഗൈസ് നമ്മളെ ഗെയിമിൽ വർക്കാവുകയെന്ന് ചോദിച്ചാൽ, അറ്റാക്കിങ് എബിലിറ്റിയിൽ 5 മുതൽ 10 വരെ ഇൻക്രീസ് ഗൈസ് ഈ സൂപ്പർ സബ് നമ്മൾ ഗെയിമിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ ഉണ്ടാവും ഗൈസ്. അത് ഇതേപോലെ നമ്മൾ സ്റ്റാറ്റ്സ് ചെക്ക് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മളൊരു പ്ലെയറിൻ്റെ സ്റ്റാറ്റ്സ് ഇതേപോലെ എടുത്ത് ചെക്ക് ചെയ്താൽ നമുക്കത് അറിയാൻ പറ്റില്ല. നമുക്ക് ഗെയിമിലാണിത് ട്രിഗർ ആവുള്ളൂ ഗൈസ്. സൂപ്പർ സബ് ഗെയിമിൽ നമുക്ക് സ്ട്രെങ്ത്ത് ഉപയോഗിച്ച് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഗൈസ് സെക്കൻഡായിട്ട് നമുക്ക് പറയാനുള്ള പോയിൻ്റ് പറഞ്ഞാൽ, ഈ സൂപ്പർ സബിന് നമ്മൾ ഇറക്കേണ്ട ടൈമാണ് ഗൈസ്. ഏത് ടൈമിലാണ് നമ്മൾ സൂപ്പർ സബിനെ ഇറക്കേണ്ടതെന്നാണ് ഞാൻ പറയാൻ പോണത്. സൂപ്പർ സബിനെ നമ്മൾ ഗെയിമിലേക്ക് ഇറക്കേണ്ട ടൈം പറഞ്ഞാൽ 60 മുതൽ 75 വരെയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ 59 മിനിറ്റിൽ നമ്മളെ ഗെയിമിലേക്ക് സൂപ്പർ സബിനെ ഇറക്കിയാലും അത് ട്രിഗർ ആവണമല്ല. അപ്പോൾ ഈ ടൈമിലൊന്ന് ഇറക്കി നോക്കുക ഗൈസ്. ആ ടൈമിൽ ഇറക്കണോടെ നമ്മൾ സൂപ്പർ സബിൻ്റെ പവർ കൂടുകയും അതേപോലെ നമുക്ക് ഗോൾ സ്കോർ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യും ഗൈസ്. അപ്പോൾ അടുത്ത പറയണം പൊസിഷനാണ്. നമ്മൾ ഏതൊക്കെ പൊസിഷനിലാണ് നമ്മളുടെ സൂപ്പർ സബുകളെ ഇറക്കേണ്ടതെന്നാണ് ഞാൻ പറയാൻ പോണത്. ഫസ്റ്റ് നിങ്ങൾക്ക് എല്ലാവരും അറിയണ പോലെ CF അതേപോലെ വിങ്ങേഴ്സിലാണ് നമ്മൾ ഇറക്കാൻ പോകുന്നത് സൂപ്പർ സബുകളെ. പിന്നെ നമുക്ക് ഗെയിമിൽ അത്ര ട്രിഗർ ആവാത്തൊരു പൊസിഷനാണ് AMF. വിങ്ങറും അതേപോലെ CF ആയിരിക്കും ബെസ്റ്റ്. പക്ഷേ AMFിൽ നമുക്ക് സൂപ്പർ സബിനെ ഇറക്കാവുന്നതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത പറയുന്ന എബിലിറ്റിയാണ്. നമ്മൾ എന്തൊക്കെ എബിലിറ്റിയാണ് നമുക്ക് ഈ സൂപ്പർ സബിന് വേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഈ ഒഷിമാൻ്റെ ഒരു കാർഡ് ഉണ്ട്, അതിൽ സൂപ്പർ സബ്ബാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം ഫിനിഷിങ് 85ഓളം വരുന്നുണ്ട്, അതേപോലെ സ്പീഡ് 88 വരുന്നുണ്ട്, ആക്സിലേഷൻ ഉണ്ട്, അത്യാവശ്യം ജമ്പിങ് ഉണ്ട്. ഇങ്ങനത്തെ കാർഡുകളാണ് ഗൈസ് നമ്മൾ സൂപ്പർ സബ്ബായിട്ട് ഇറക്കാൻ. കാരണം 85ൻ്റെ മുകളിൽ ഫിനിഷിങ്ങും അതേപോലെ സ്പീഡും ഒക്കെ ഉള്ള ഒരു CFനെ ഇറക്കാൻ ശ്രമിക്കുക. അതാകുമ്പോൾ അവരെ ഭാഗത്ത് നല്ലൊരു പെർഫോമൻസ് നമുക്ക് കിട്ടണമായിരിക്കും ഗൈസ്. അപ്പോൾ ഏരിയയിലായിട്ടും അത്യാവശ്യം നല്ല പെർഫോമൻസ് നമുക്ക് തരുന്നതായിരിക്കും. അടുത്ത പറയുന്ന സ്കിൽസാണ്. സ്കിൽസ് നമ്മൾ ഉണ്ടായിരിക്കേണ്ട സ്കിൽസ് എന്ന് പറഞ്ഞാൽ ഗൈസ്, ഒന്നാമത്തെ സ്കില്ല് പറഞ്ഞാൽ സൂപ്പർ സബ് വേണം. അതേപോലെ ഫസ്റ്റ് ടൈം ഷോട്ട് എന്ന് പറഞ്ഞ സ്കില്ല് അത്യാവശ്യമാണ് ഗൈസ്. അതേപോലെ നമുക്ക് ട്രാക്ക് ബാക്ക് എന്ന് പറഞ്ഞൊരു സ്കില്ല് ആവശ്യമുണ്ട്. ഫൈറ്റിംഗ് സ്പിരിറ്റ്, ഈ 3-4 സ്കില്ലുള്ളവരെ മാത്രമേ നിങ്ങൾ സൂപ്പർ സബ്ബായിട്ട് ഇറക്കണം ഗൈസ്. അതാകുമ്പോൾ അത്യാവശ്യം നമ്മളെ ഗെയിമിലേക്ക് ട്രിഗർ ആവുകയും നമ്മുടെ സൂപ്പർ സബ് വർക്കാവുകയും ചെയ്യണമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഗോൾ സ്കോർ ചെയ്ത് സമനില പിടിക്കാനോ ഇമ്പോർട്ടൻറ്റ് മനസ്സിൽ വിൻ ചെയ്യാനൊക്കെ പറ്റണമായിരിക്കും. അപ്പോൾ ഈ 3 സ്കില്ല് ഫൈറ്റിംഗ് സ്പിരിറ്റ്, ട്രാക്ക് ബാക്ക് അതേപോലെ ഫസ്റ്റ് ടൈം ഷോട്ടുള്ള പ്ലേയേഴ്സിനെ നമ്മൾ ഇറക്കാൻ ശ്രമിക്കാകുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ഗെയിമിൽ ട്രിഗർ ആയിരിക്കും ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്യുക. നമ്മുടെ ന്യൂ ചാനലാണ്. അതേപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എപ്പിക് അടിക്കാനുള്ള ഒരു ട്രിക്ക് വീഡിയോ എൻ്റെ ചാനലുണ്ട്. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. ചാനൽ സബ് ചെയ്യുക. നിങ്ങളുടെ ഈ ഫുട്ബോൾ യൂസേഴ്സിനും ഷെയർ ചെയ്യുക ഗൈസ്. അപ്പോൾ സോ ഗൈസ്, ബൈ.